2025 CUT PG സൈക്കോളജി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് MCQs ആൻഡ് ആൻസർ കീ. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി, സ്കൂൾസ് ഓഫ് സൈക്കോളജി തുടങ്ങിയ ഏരിയാസിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ളത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. മെയിൻലി വില്യം വുഡ്, ജെയിംസ് വാട്സൺ തുടങ്ങിയിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് ആണ്. ഫങ്ഷണലിസ്റ്റുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ സ്ട്രീമിനായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസിനായിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹം കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ അതൊരു റിവർ പോലെ അതൊരു ഫ്ലോ ആയിട്ട് കിടക്കുന്നതാണ് കോൺഷ്യസ്നെസ് എന്നാണ് ഉണ്ടായിരുന്നത്. മറ്റു ഓപ്ഷൻസ് വില്യം വുഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറലിസ്റ്റ് ആണ്. ഇദ്ദേഹം ഇൻട്രോസ്പെക്ഷനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ്സിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജെയിംസ് ബിഹേവിയറിസ്റ്റ് ആണ്. ഇദ്ദേഹം കോൺഷ്യസ്നെസ് എന്നുള്ള കൺസെപ്റ്റിന് റിജക്റ്റ് ചെയ്യാനുണ്ടായത് ഇവർ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇങ്ങനെ വില്യം ജെയിംസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്കോളജിയുടെ മേജർ ഗോൾ അല്ലാത്തത് എന്താണെന്നുള്ളതാണ്. സൈക്കോളജിയുടെ മെയിൻലി ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ ബേസിക് ജനറൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതിൽ ഡിസ്ക്രൈബ് ചെയ്യുക, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മെയിൻ ഗോൾസ് പറയുന്നുണ്ട്. മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഒരു സൈക്കോളജിയുടെ ഗോളല്ല. അതുകൊണ്ട് തന്നെ ബി എന്നുള്ളത് സൈക്കോളജിയുടെ ഒരു ഗോളല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. കാരണം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ടാണ്, നോട്ട് എ മേജർ ഗോൾ. മേജർ ഗോൾ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ തന്നെ സൈക്കോളജിയുടെ ഒരു ഗോളായിട്ടാണ് കാണുന്നത്. മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുക, സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സിന് മരുന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറുടെ ജോലിയാണ്. അത് സൈക്കോളജിയുടെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു ജോലിയല്ല എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എർലി സ്കൂൾ ഓഫ് തോട്ട് ഇൻ സൈക്കോളജി വാസ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിൻ എവല്യൂഷണറി തിയറി? ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ട് ഏതാണെന്നുള്ളതാണ്. വളരെ ഈസിയാണ്. ഫങ്ഷണലിസമാണ്. ഏർലി സ്കൂൾ ഓഫ് തോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം. അതിൽ ആൻസർ എന്ന് പറയുന്നത് ഫങ്ഷണലിസമാണ്. ഫങ്ഷണലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാർവിൻ്റെ എവല്യൂഷണറി, അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള തിയറീസുകളായിരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹു among the following developed the first psychology laboratory in India? ഇന്ത്യയിൽ ആദ്യത്തെ സൈക്കോളജി ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളത്. നമുക്കറിയാം, സൈക്കോളജിയിൽ ആദ്യമായിട്ട് പഠനം തുടങ്ങുന്നത് വില്യം വുഡാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ലിപ്സിംഗ്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആരംഭിക്കുന്നത് നരേന്ദ്രനാഥ് സെൻഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് ലാബ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള NN സെൻഗുപ്ത, അല്ലെങ്കിൽ നരേന്ദ്രനാഥ് സെൻഗുപ്ത എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈക്കോളജിയുടെ ലാബ് സ്ഥാപിക്കുന്നത്. ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നതും നരേന്ദ്രനാഥ് സെൻഗുപ്തയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്കോളജിയിലുള്ള ഒരു ഫേമസ് ഡിബേറ്റ് ആണ് റാഷണലിസം വേഴ്സസ് എംപിരിസിസം. ഇതിൻ്റെ ഡിബേറ്റ് പ്രൈമർലി ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ്. അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോ പറയുന്നുണ്ട്, ഡെസ്കാർട്ടസ് ആൻഡ് ലോക്ക് പറയുന്നുണ്ട്, വുഡ് ആൻഡ് ജെയിംസ് പറയുന്നുണ്ട്, ഫ്രോയിഡ് ആൻഡ് യുങ് പറയുന്നുണ്ട്. ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, ഡെസ്കാർട്ടസ് ആൻഡ് ലോക്ക്. റാഷണലിസ്റ്റുകൾ വാദിക്കുന്നത് നമുക്ക് നോളജ് വരുന്നത് റീസണിങ്ങിൽ നിന്നാണ് എന്നുള്ളതാണ്. അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതല്ല, നമ്മുടെ മെൻ്റൽ പ്രോസസ്സിലൂടെ റീസണിങ്ങിലൂടെ കിട്ടുന്നതാണ്. റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് ഇന്നേറ്റ് ആണ് എന്നുള്ളതാണ്, അഥവാ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന എബിലിറ്റിയാണ് എന്നുള്ളതാണ്. എംപിരിസിസ്റ്റുകൾ പറയുന്നത് നോളജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിലൂടെ കിട്ടുന്നതാണ്, അത് ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്നതല്ല എന്നുള്ളത്. ഡെസ്കാർട്ടസ് ആൻഡ് ലോക്സ് ആണ് ഇതിൻ്റെ മെയിൻ ഫിഗേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഡെസ്കാർട്ടസ് ഒരു റാഷണലിസ്റ്റ് ആണ്, ലോക്ക് എന്ന് പറയുന്നത് എംപിരിസിസ്റ്റ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇൻകറക്റ്റ് ആണ്. കാരണം അരിസ്റ്റോട്ടിലും പ്ലാറ്റോ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 പേരും റാഷണലിസ്റ്റുകളാണ്. വുഡ് ആൻഡ് ജെയിംസ് അത് ഇവർ 2 പേരും സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ ഫാദേഴ്സ് ആണ്. യുങ്ങും അതുപോലെ തന്നെ ഫ്രോയിഡും സൈക്കോ അനലിസ്റ്റിൻ്റെ മേജർ ഫിഗേഴ്സ് ആണ്. അതുപോലെ തന്നെ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വില്യം വുഡിൻ്റെ
ഇൻട്രോസ്പെക്ഷൻ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന അൺസയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞിരുന്ന സ്കൂൾസ് ഓഫ് സൈക്കോളജി ഏതാണ് എന്നതാണ് പറയുന്നത്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റുകളായിരുന്നു സ്ട്രക്ചറലിസത്തെ അല്ലെങ്കിൽ ഫങ്ഷണലിസത്തെയൊക്കെ തന്നെ എതിർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബിഹേവിയറിസ്റ്റ് എസ്പെഷ്യലി വാട്സൺ, സ്കിന്നർ പോലെയുള്ളവരൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒബ്സർവബിൾ ബിഹേവിയർ, സിസ്റ്റമാറ്റിക്കലി നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രോസ്പെക്ഷൻ പോലെയുള്ള സബ്ജക്റ്റീവ് ഫിനോമിനകളെ ഇവർ എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൽ അടുത്ത് നിൽക്കുന്ന എലമെൻസുകൾ തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഗസ്റ്റാൾട്ട് ഗ്രൂപ്പിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. അഥവാ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഒരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കും. കാരണം ഇതിൻ്റെ ജിയോഗ്രഫിക്കലി അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് എലമെൻസുകളാണ് എന്നുള്ളതാണ്. സിമിലാരിറ്റി പറയുന്നത് രണ്ട് സിമിലർ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ നമ്മളത് ഫുൾ പെർസെപ്ഷൻ സർക്കിളായിട്ട് പെർസീവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ലോ ഓഫ് ഫ്രാഗ്നൻസ് പറഞ്ഞാൽ നമുക്ക് ഈസിലി പെർസീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഫിഗർ ഏതാണോ അതാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്കോഅനലിറ്റിക് തിയറിയിൽ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കിക് പാർട്ട് ഏതാണ് എന്നുള്ളതാണ്. സൈക്കോഅനലിറ്റിക് തിയറിയിൽ പേഴ്സണാലിറ്റിയുടെ 3 പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിൽ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഇതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ആനന്ദം കിട്ടുന്ന ആക്ടിവിറ്റീസിലായിരിക്കും ഇത് എൻഗേജ് ചെയ്യാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ ആരാണ് കൺസെപ്റ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള തിയറി പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ്. മെയിൻലി 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ഇദ്ദേഹമാണ് ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. കാൾ റോജറും അതുപോലെ ഹ്യൂമനിസ്റ്റ് ആണ്, പക്ഷേ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാസ്ലോ ആണെന്നുള്ള. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലാരാണ് ബിഹേവിയറിസ്റ്റ് സ്കൂൾ അല്ലാത്തത് എന്നുള്ള, നോട്ട് അസോസിയേറ്റഡ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് സൈക്കോളജി. പി.എഫ്. സ്കിന്നർ നമുക്കറിയാം ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. പാവലോവ് ബിഹേവിയറിസ്റ്റ് ആണ്. ആൽബർട്ട് ബന്ദുറ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. കാൾ യുങ് എന്ന് പറയുന്നത് ഒരു നിയോ ഫ്രോയിഡിയൻ ആണ്. അതുകൊണ്ട് കാൾ യുങ് ആണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്നത് കാൾ യുങ് ആണ്. ഇത് ഒരു നിയോ ഫ്രോയിഡിയൻ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റു ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ പരിശോധിക്കാം. താങ്ക് യു.